നമുക്കിന്ന് ഏത്തപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എണ്ണയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാതെ ഇതുപോലെ ആവിയിലൊക്കെ വേവിച്ചിട്ട് ഒന്ന് തയ്യാറാക്കി വെച്ച് കൊടുക്കൂ. നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഏത്തപ്പഴമൊക്കെ മേടിക്കാറുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നും ഒരു ഏത്തപ്പഴം മാത്രമാണെങ്കിലും മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2 പഴവും. ഇനി ഇത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത പീനട്ടാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ടോ ഇല്ലെങ്കിൽ തേങ്ങാക്കൊത്തോ ബദാം മാത്രമോ എന്താണെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പീനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് ബ്രൗൺ കളറായി പോകും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്നും നമ്മൾ വേവിച്ചെടുക്കണ്ട. ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ആ കളറൊക്കെ ഒന്ന് മാറി ഒന്നുടഞ്ഞ് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് കുക്കായി വരുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ കുറച്ച് ഡാർക്കായിട്ടൊക്കെ വരും, യെല്ലോ കളറായി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഏലക്ക ചെറിയ ജീരകവും കൂടെ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക മാത്രം മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പീരയാണ് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ തേങ്ങാപ്പീരയൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട, ഇനി നമ്മൾ ആവിയിൽ കൂടെ വേവിച്ചെടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ റെഡിയാക്കി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ശർക്കര കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നേരിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ശർക്കര പാനിയാക്കി അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം നമ്മൾ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ശർക്കര പനിയിൽ തന്നെ ഞാൻ നന്നായിട്ട് ഇതെല്ലാം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും തേങ്ങാപ്പീരയൊക്കെ കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പീനട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒത്തിരി നനവിലും അല്ല, എന്നാൽ തീരെ നനവ് കുറവും അല്ലാത്ത ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടെ ലൂസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയാൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നേരെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് അതനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു സൈസിലെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചുറ്റും നല്ല രീതിയിൽ തന്നെ നെയ്യൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലായാലും തേച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുവാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഡലി തട്ടിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലിരിക്കുന്ന ടൈപ്പിൽ പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഇഡലി തട്ടില്ലേ, അതിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന ആ തട്ടിൽ ഇതുപോലെ മാവ് എടുത്ത് വെച്ചാലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇഡലിയുടെ ഷേപ്പിൽ നമുക്കിത് കിട്ടും. ഇഡലി തട്ടിൽ വെള്ളം നിറച്ച് നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ നമുക്കിത് അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെയും കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടും നമ്മൾ വെച്ച് കൊടുക്കുന്ന മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ടും സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു കറക്റ്റ് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൽ നിന്ന് മാറ്റി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് തന്നെ ഇത് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും.
അങ്ങനെ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.